കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ സംഘർഷത്തിൽ 10ാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥികളുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി മേഘ ചേരുന്നു കോഴിക്കോട് നിന്ന്. മേഘ, ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള 5 വിദ്യാർത്ഥികളുടെ വീട്ടിൽ പോലീസിന്റെ പരിശോധന നടക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? മനു, താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കസ്റ്റഡിയിൽ ഉള്ള 5 വിദ്യാർത്ഥികളുടെ വീടുകളിൽ ഇപ്പോൾ പോലീസ് റെയ്ഡ് നടത്തുന്നത്. റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു പരിശോധന. നേരത്തെ തന്നെ ഈ ആയുധങ്ങൾ ഉൾപ്പെടെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കട്ടിയുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്ക് മാരകമായി പരിക്കേൽപ്പിച്ചു എന്ന തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, പ്രാഥമിക റിപ്പോർട്ടിൽ പുറത്തു വന്നിരുന്നു. ഈ വിദ്യാർത്ഥികൾ കയ്യിൽ വെച്ച ആയുധങ്ങൾ എന്തൊക്കെയാണ്, അതുൾപ്പെടെ കണ്ടെടുക്കണം എന്നതുൾപ്പെടെയുള്ളവയാണ് ഈ പരിശോധനയുടെ പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ ഈ ഇൻസ്റ്റഗ്രാം പേജ് വഴിയും വാട്സപ്പ് ചാറ്റ് വഴിയും വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടാണ് പോലീസിന്റെ പരിശോധന. ഒരേ സമയമാണ് ഈ 5 വിദ്യാർത്ഥികളുടെ വീടുകളിലും താമരശ്ശേരി പോലീസ് പരിശോധന നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ഡിവൈഎസ്പി ഈ സ്ഥലത്തേക്ക് എത്തും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ 5 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റാരെങ്കിലും ഈ സംഘർഷത്തിൽ കൊലപാതകത്തിന്റെ ഭാഗമായോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. പുറത്തുനിന്ന നിലവിൽ ഒരാളുകളുടെയും സഹായം കിട്ടിയിട്ടില്ല, മുതിർന്ന ആളുകളുടെ സഹായം കിട്ടിയിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഏതായാലും ഷഹബാസിന്റെ പിതാവ് പറഞ്ഞൊരു കാര്യം എന്നത് സർക്കാരിൽ വിശ്വാസമുണ്ട്, നിയമ സംവിധാനത്തിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് പ്രതികളെ രക്ഷപ്പെടാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഷഹബാസിന്റെ സുഹൃത്തുക്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംയമനം പാലിക്കണം. പ്രതികാര ചിന്ത ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല. അതിനൊപ്പം ഈ സ്ഥലങ്ങളിൽ, അതായത് താമരശ്ശേരി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ലഹരിയുടെ ഉപയോഗം പല സ്ഥലങ്ങളിൽ വർദ്ധിക്കുന്നതായി വിവരങ്ങളുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യം കൂടി ഷഹബാസിന്റെ പിതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എല്ലാ കാര്യങ്ങളും ഈ വിദ്യാർത്ഥികൾക്ക് ഈ സംഘർഷത്തിന് മുൻപേ തന്നെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, ലഹരി വസ്തുക്കൾ ഏതെങ്കിലും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളാണോ, മറ്റ് പശ്ചാത്തലമായ മറ്റ് കാര്യങ്ങൾ എല്ലാം പോലീസ് പരിശോധിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് ഈ കസ്റ്റഡിയിൽ ഉള്ള 5 വിദ്യാർത്ഥികളുടെയും വീടുകളിൽ പരിശോധന നടത്തുന്നത്.